പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോപ്പോണോപ്പോണോ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ആ മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടിനോട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അത് നടക്കാതാവുമ്പോൾ നമ്മൾക്ക് തോന്നും ഇത് ഹോപ്പോണോപ്പോണോ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ശരിക്കും ഹോപ്പോണോപ്പോണോ എന്താണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ പ്രോസസ് റിലീസിങ് ദ പാസ്റ്റ് മെമ്മറീസ്. നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റ് ട്രോമകളെ റിലീസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഹോപ്പോണോപ്പോണോ. സോ ഹോപ്പോണോപ്പോണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഈ പ്രശ്നത്തിനുള്ള നമ്മളുടെ ഷെയർ എന്താണോ അതിൽ നമ്മൾ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. മണി ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, കരിയർ ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ നിങ്ങളുടെ ഗോൾസ് ആൻഡ് ഡ്രീംസ്. ഹോപ്പോണോപ്പോണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് ഓൺ ദ കോസ് ഓഫ് ദ റൂട്ട് പ്രോബ്ലം ആൻഡ് ഡോണ്ട് അറ്റാച്ച് ടു ദ റിസൾട്ട്സ്. നമ്മൾ റിസൾട്ട്സിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഈ ഹോപ്പോണോപ്പോണോ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസൾട്ട്സിൽ ഫോക്കസ് ചെയ്യരുത്. എന്താണോ നമ്മുടെ ഗോൾസ്, എന്താണോ നമ്മുടെ ഡിസയേഴ്സ്, എന്താണോ നമ്മുടെ ഡ്രീംസ്, ഇതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലെൻസ് ചെയ്യുകയാണ്. അതുമാതിരി തന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ടു ലെറ്റ് ഗോ ദാറ്റ് പ്രോബ്ലം, ടു ലെറ്റ് ഗോ ദാറ്റ് പാസ്റ്റ് വറീസ്, ടു ലെറ്റ് ഗോ ദാറ്റ് പാസ്റ്റ് മെമ്മറീസ്. അതാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ടീച്ച് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലെൻസിങ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ബൈ റിലീസിങ് യുവർ പാസ്റ്റ് മെമ്മറീസ്, തോട്ട്സ് വിച്ച് ആർ എറോസൺ ബൈ നമ്മളുടെ എറേഴ്സ്, നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ, നമ്മളുടെ വേർഡ്സ്, നമ്മളുടെ ആക്ഷൻസ്, ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞിട്ടുള്ള തോട്ട്സിനെ, മെമ്മറീസിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെയ്യുന്നത്. ഈ തോട്ട്സ് കാരണം കൊണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചില പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാറ്റേൺസിനെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് പോകുന്നത്. സോ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് യു വോണ്ട് ടു മാനിഫെസ്റ്റ് സംതിങ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം റെക്കഗ്നൈസ് ഓർ ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാത്തത്, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത് എന്നുള്ളത്, നെഗറ്റീവ് ഫീലിംഗ് എന്താണോ ഈ പ്രോബ്ലമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് അതിനെ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ചിലപ്പോൾ സ്ട്രെസ് ആവാം, ചിലപ്പോൾ ആൻഷൈറ്റി ആവാം, ഫിയർ ആവാം, ആങ്കർ ആവാം, ഓവർ തിങ്കിങ് ആവാം, അങ്ങനെയുള്ള നിറയെ പ്രോബ്ലംസ് ആയിരിക്കും. സോ ഇത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുകയാണ്, അക്നോളജ് ചെയ്യുകയാണ്. നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ട് എന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനോട്, നമ്മുടെ ഇന്നർ ചൈൽഡിനോട് നമ്മൾ പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, നമ്മുടെ മൈൻഡിലുണ്ട്. ഐ ഡോണ്ട് നോ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾക്ക് അറിയില്ല. നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാവാം, ഇല്ല ആൻസസ്റ്റേഴ്സിൽ നിന്നാവാം, ഇല്ല നമ്മൾ കണ്ടു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നാവാം. അതുകൊണ്ട് ഇത് നമ്മൾ അക്നോളജ് ചെയ്യുകയും നമ്മൾ ഇതിനെ വി വോണ്ട് ടു ഹീൽ ദിസ്, ഈ മെമ്മറീസിനെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോയാലാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻസ്, നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു അക്നോളജ് ദാറ്റ് ആൻഡ് വി ഹാവ് ടു ലെറ്റ് ഗോ ദാറ്റ്. നമുക്കത് പ്രോബ്ലം നമുക്ക് ലെറ്റ് ഗോ ചെയ്യണം. സോ നമ്മൾ ഇന്നർ ചൈൽഡിനോട് പറയണം നമുക്കത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും, നിനക്കതിനുള്ള പവറുണ്ട് എന്നെല്ലാം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ധൈര്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ 4 ഫ്രേസസ്, ഈ 4 റിച്വൽസ് നമ്മൾ വളരെയധികം വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ പ്രോബ്ലം നമ്മൾ ലെറ്റ് ഗോ ചെയ്തു, നമ്മുടെ മനസ്സിൽ ഈ മെമ്മറീസ് എല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ മനസ്സിനോട് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ 4 ഫ്രേസസ് ഉച്ചരിക്കാൻ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 ഫ്രേസസും നമ്മൾ 5 ടൈംസ് ആണെങ്കിലും 21 ടൈംസ് ആണെങ്കിലും 108 ടൈംസ് ആണെങ്കിലും നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആകാതെ നമ്മളുടെ പ്രോബ്ലത്തിനെ ക്ലെൻസ് ചെയ്ത് വിടുകയാണ് എന്നുള്ള ചിന്ത ഉണ്ടായിക്കൊണ്ട് വേണം നമ്മൾ ഈ ഹോപ്പോണോപ്പോണോ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. താങ്ക് യു.